ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. കഴിഞ്ഞ ദിവസം നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇർവിങ് ഫിഷർ, അമേരിക്കൻ എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ തിയറിയെപ്പറ്റി നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അതിൻ്റെ ഒരു ന്യൂ വേർഷൻ, അല്ലെ ഇംഗ്ലീഷ് വേർഷൻ, അല്ലെങ്കിൽ അതിനെ കേംബ്രിഡ്ജ് വേർഷൻ എന്ന് പറയും. അതാണ് കേംബ്രിഡ്ജ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ മറ്റേതിൻ്റെ ബേസിൽ തന്നെയാണ് ഇതിൻ്റെ ഇർവിങ് ഫിഷറിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ആ ബേസിൽ തന്നെയുള്ള ഒരു തിയറിയാണ് ഇത്. സർട്ടൻ ഇംഗ്ലീഷ് എക്കണോമിക്സ് കോൾഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഫേമസ് എക്കണോമിസ്റ്റുകളാണ്. കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് ആരൊക്കെയാണ്? മാർഷൽ, പിഗു, റോബർട്ട്സൺ ആൻഡ് കെയ്ൻസ് together contributed quantity of money that is called Cambridge equation or cash balance equation. ഫിഷറിൻ്റെ തിയറിയിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷനാണ് പറഞ്ഞത്. ഇവിടെ ക്യാഷ് ബാലൻസ് ഇക്വേഷൻ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണെങ്കിൽ അതായത് ഫിഷറിൻ്റെ തിയറിയിൽ, ഫിഷറിൻ്റെ ക്വാണ്ടിറ്റി തിയറിയിൽ നമ്മൾ പറഞ്ഞ് മണി ഈസ് ഓൺലി കൺസിഡർഡ് ആസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷന് വേണ്ടി, ദാറ്റ് മീൻസ് മണി ഈസ് കൺസിഡർഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് മണി അക്കോർഡിംഗ് ടു ഫിഷർ. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേന് ഈ കേംബ്രിഡ്ജ് ഇക്വേഷൻ വന്നപ്പോൾ ഇവർ 4 പേരും പറഞ്ഞു മണി ഈസ് നോട്ട് ഓൺലി കൺസിഡർഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ബട്ട് ഓൾസോ സ്റ്റോർ ഓഫ് വാല്യൂ. പണമെന്ന് പറയുന്നത് വെറും മീഡിയം ഓഫ് എക്സ്ചേഞ്ചാണ്, മാത്രമല്ല പിന്നെന്താണ്, പ്ലസ് സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ പറയുന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി റിലേറ്റഡ് ടു നമ്പർ 1 ട്രാൻസാക്ഷൻ ആൻഡ് നമ്പർ 2 സ്റ്റോർ ഓഫ് വാല്യൂ, ഓർ മണി ഈസ് കൺസിഡർഡ് ബോത്ത് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആസ് വെൽ ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ നമുക്ക് വെറും ഡെയിലി കൺസംഷന് വേണ്ടിയോ അല്ലെ ഡെയിലി പർച്ചേസിങ്ങിന് വേണ്ടിയോ മാത്രമല്ല മണി യൂസ് ചെയ്യുന്നത്, പിന്നെ സ്റ്റോർ ചെയ്യാം. ബാലൻസ് വന്നാൽ, സർപ്ലസ് ഇൻകം വന്നാൽ നമുക്ക് സ്റ്റോർ ഓഫ് വാല്യൂ ഫോർ ഫ്യൂച്ചർ. ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ രണ്ടും കൂടെ ചേരുന്നു. അപ്പം ക്യാഷ് ബാലൻസ് ഇക്വേഷൻ്റെ അകത്തിൽ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ പറയുന്നത് എന്താ? മണി ട്രാൻസാക്ഷനുമാണ്, ഒപ്പം തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. നേരെ മറിച്ച് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിരുന്ന ഫിഷർ പറയുന്നത് മണി ഈസ് ഓൺലി കൺസിഡർഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. സോ ഇവിടെയും പിന്നെ പറയുന്ന വാല്യൂ ഓഫ് മണി, ദാറ്റ് മീൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, ദാറ്റ് ഡിറ്റർമിൻസ് വാല്യൂ. പണത്തിൻ്റെ വാല്യൂ തീരുമാനിക്കുന്ന ആരൊക്കെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ ഈ ഫിഷറിൻ്റെ ഇക്വേഷൻ്റെ അകത്തിൽ, അതായത് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ്റെ അകത്തിൽ മണി ട്രാൻസാക്ഷൻ ദാറ്റ് മീൻസ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് ടൈമാണ്. ഒരു ഫ്ലോ വേരിയബിൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പീരീഡ് ഓഫ് ടൈം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ കേംബ്രിഡ്ജ് ഇക്വേഷൻ വന്നപ്പോൾ ആ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ ട്രാൻസാക്ഷൻ പ്ലസ് സ്റ്റോർ ഓഫ് വാല്യൂ, അല്ലെങ്കിൽ മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പ്ലസ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമാണ്, ഒരു പ്രത്യേക ടൈം പീരീഡ് വരെയാണ്. എന്ന് പറഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ സ്റ്റോക്ക് എന്ന് പറയാം, സ്റ്റോക്ക് ഓഫ് മണി എന്ന് പറയാം. കാരണം ശരിയാണ്, കാരണം സ്റ്റോർ ചെയ്യുന്നു, അപ്പോൾ സ്റ്റോക്ക് ഓഫ് മണി. അപ്പോൾ മറ്റേത് ഫിഷറിൻ്റെ ഇക്വേഷൻ്റെ അകത്തിൽ മണി ഫ്ലോ ആണ്, ദാറ്റ് ഈസ് പീരീഡ് ഓഫ് ടൈം ബേസ്ഡ് ആണ്. നേരെ മറിച്ച് നമ്മുടെ കേംബ്രിഡ്ജ് ട്രാൻസാക്ഷൻ്റെ അകത്ത് വരുമ്പോൾ, അല്ലെ കേംബ്രിഡ്ജ് വേർഷൻ്റെ അകത്ത് വരുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ഉള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമാണ് ക്വാണ്ടിറ്റി ഓഫ് മണിയെ തീരുമാനിക്കുന്നത്. അതുപോലെ ഡിമാൻഡ് ഫോർ മണി ഹാസ് ഓഫ് 2 ഇമ്പോർട്ടൻ്റ് മോട്ടീവ്സ്. ഡിമാൻഡ് ഫോർ മണിക്ക് 2 മോട്ടീവ്സാണ് ഉള്ളത്. നമ്മൾ പിന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസിൻ്റെ അകത്ത് 3 മോട്ടീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസാക്ഷൻ മോട്ടീവ്, അതുപോലെ പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. എന്നാൽ ഇവിടെ സ്പെക്കുലേഷൻ ഇല്ല, കാരണം ആദ്യകാലമല്ലയോ, ക്ലാസിക്കൽ തിയറി അല്ലയോ. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടിന്, ഊഹക്കച്ചവടം അതുപോലുള്ള കാര്യത്തിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ 2 ആക്ഷൻസ്, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് ഓൾസോ പ്രിക്കോഷൻ. അത് ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡിറ്റി പ്രിഫറൻസിൽ വളരെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ് മീൻസ് പീപ്പിൾ കീപ്സ് മണി ഓർ ഹെൽഡ് മണി ഇൻ ഹാൻഡ് ഫോർ ഡെയിലി പർച്ചേസിങ്, അതായത് ഡെയിലി പർച്ചേസിന് വേണ്ടി നമ്മൾ കൈ വെച്ചിരിക്കുന്ന പണത്തെയാണ് എന്താ പറയുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവ്. അപ്പം പിന്നെ പ്രിക്കോഷണറി എന്തുവാ? അതും ഡെയിലിയാണ്. ഡെയിലി എന്ന് പറയാനൊക്കത്തില്ല, ദാറ്റ് ഈസ് കണ്ടിൻജൻസി സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ സച്ച് ആസ് ഇൽനെസ്, ആക്സിഡൻറ്റ്, ഫയർ എക്സെട്ര.
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുൻകരുതലായിട്ട് വെച്ചേക്കും, പ്രിക്കോഷണറി മോട്ടീവ്. അപ്പോൾ 2 മോട്ടീവാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഹാസ് 2 മോട്ടീവ്സ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രിക്കോഷണറി മോട്ടീവ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ആസ് എ ടോട്ടൽ റിലേറ്റഡ് ടു നാഷണൽ ഇൻകം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം പൂർണ്ണമായിട്ടും ഈക്വൽ അല്ല. പിന്നെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പോർഷൻ ഓഫ് നാഷണൽ ഇൻകം. അതായത് ഈ ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത് എപ്പോഴും നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഫ്രാക്ഷനേ ആകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മോട്ടീവ് പ്ലസ് പ്രിക്കോഷണറി മോട്ടീവ് ഈസ് നോട്ട് ഈക്വൽ ടു നാഷണൽ ഇൻകം ബട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. നമുക്കറിയാം പാർട്ട് ഓഫ് നാഷണൽ ഇൻകം വന്നു കഴിഞ്ഞാൽ, അതായത് കൺസംഷൻ വന്നു കഴിഞ്ഞാൽ സ്വല്പമെങ്കിലും നമ്മൾ സേവ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിക്കോഷണറി ആൻഡ് ട്രാൻസാക്ഷൻ മോട്ടീവിനെ നമുക്ക് എന്ത് പറയാം, ഫ്രാക്ഷൻ ഓഫ്, അവിടെ ഇവിടെ കെ എന്ന് പറയുന്ന ഒരു അക്ഷരം കൊണ്ടാണ് സൂചിക്കുന്നത്. കുറേ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തിൽ. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് നാഷണൽ ഇൻകമാണ്. ഇതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇവരുടെ അഭിപ്രായത്തിൽ, കേംബ്രിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ. അതായത് പിന്നെ ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. ഇനി അവർ പറയുന്ന സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ 2 ഫോംസിലാണ് ഉള്ളത്. നമ്പർ 1 കറൻസി സർക്കുലേഷൻ ആൻഡ് നമ്പർ 2 ബാങ്ക് ഡെപ്പോസിറ്റ്. നമ്മൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണിയുണ്ട്, ഒപ്പം തന്നെ ബാലൻസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് സർക്കുലേഷൻ പ്ലസ് ബാങ്ക് ഡെപ്പോസിറ്റ് ഈസ് കോൾഡ് സപ്ലൈ ഓഫ് മണി. പിന്നെ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. റൈസ് ഇൻ സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിഷറിൻ്റെ തിയറി തന്നെ പറഞ്ഞു എന്താ, റൈസ് ഇൻ ദ സപ്ലൈ ഓഫ് മണി ഓർ ക്വാണ്ടിറ്റി ഓഫ് മണി, ദാറ്റ് മീൻസ് റൈസ് ഇൻ പ്രൈസ് ബട്ട് വാല്യൂ ഓഫ് മണി ഫോളിങ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞു. അതായത് റൈസ് ഇൻ സപ്ലൈ ഓഫ് മണി വന്നാൽ, സപ്ലൈ ഓഫ് മണി അല്ലേ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ലെവൽ ഇൻക്രീസസ്, പക്ഷേ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ് വെൻ ഡിമാൻഡ് റിമെയിൻ ദ സെയിം. ഓൺ ദ അതർ ഹാൻഡ്, ഇതല്ല ഈ അതർ തിങ്സ് റിമെയിൻ ദ സെയിമിൻ്റെ അകത്തിലാണ് കിടക്കുന്നത്. ടേസ്റ്റ്, ഫാഷന്, പ്രിഫറൻസ്, അതുപോലെ തന്നെ ഇൻകം എക്സെട്ര, അതിൻ്റെയൊക്കെ ബേസിലായത് പറയുന്നത് പഴയ തിയറിയല്ലേ. അപ്പോൾ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്താൽ പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ് ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ചും വേണമെങ്കിൽ നമുക്ക് പറയാം. തിരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എന്താ, ഫോൾ ഇൻ ദ സപ്ലൈ ഓഫ് മണി. ഫോൾ ഇൻ ദ സപ്ലൈ ഓഫ് മണി മീൻസ് പ്രൈസ് ലെവൽ ഓൾസോ ഫോൾസ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഫോൾ ഇൻ മണി സപ്ലൈ മീൻസ് ഫോൾ ഇൻ ദ പ്രൈസ് ലെവൽ ബട്ട് റൈസ് ഇൻ ദ വാല്യൂ ഓഫ് മണി. പണത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ലെവൽ കുറയും. അപ്പോൾ പണത്തിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇവർ പറയുന്ന കാര്യങ്ങൾ. അത് ഓർത്തിരുന്നോണം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി. ബേസ്ഡ് ഓൺ ദീസ് ദേ ഇൻട്രൊഡ്യൂസ് സർട്ടൻ ഇക്വേഷൻസ് കോൾഡ് കേംബ്രിഡ്ജ് ഇക്വേഷൻസ്. ഇതിൻ്റെ അകത്തിൽ ചില ഇക്വേഷൻസ് അവർ പറയുന്നുണ്ട്, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഒറിജിനൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് മാർഷൽ. മാർഷൽ പറയുന്നത് എം ഈസ് ഈക്വൽ ടു കെ ചെറുതായിട്ട് എഴുതണം, അതായത് സ്മോൾ ലെറ്ററാണ്, അതായത് പോർഷൻ എന്നുള്ളതാണ്. കെ പി വൈ എന്ന് പറയും. എം ഈസ് ഈക്വൽ ടു കെ പി വൈ. കെ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ഇൻകം, വൈ അറിയാമല്ലോ ഇൻകമാണ്, പി പ്രൈസ് ലെവലുമാണ്. അപ്പോൾ ടോട്ടൽ മണി സപ്ലൈ അല്ലേ ക്വാണ്ടിറ്റി ഓഫ് മണി എം, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് എം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പി വൈ. കെ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ഇൻകമാണ്, വൈ നാഷണൽ ഇൻകമാണ്, അതുപോലെ പി എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് പ്രൈസ് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. പി ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് മണി ഡിവൈഡഡ് ബൈ എന്താണ്, കെ വൈ എന്ന് പറയാം, എം ബൈ കെ വൈ എന്ന് പറയാം. അപ്പോൾ പ്രൈസ്, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പ്രൈസ് കണ്ടുപിടിക്കാം, എം ബൈ കെ വൈ എന്ന് പറയാം. ഓക്കെ, പ്രൈസ്. അങ്ങനെ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മണിയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണേണ്ടത്, വാല്യൂ ഓഫ് മണി. അപ്പോൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുമ്പോൾ വി എം, വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഇക്വേഷൻ്റെ റെസിപ്രോക്കലാണ്, ഓപ്പോസിറ്റാണ്. പിയുടെ അടിയിൽ എന്തുണ്ട്, 1 ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ നമ്പറിൻ്റെ അടിയിൽ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ പിയുടെ അടിയിൽ 1 ഉണ്ട്. അപ്പോൾ അതിനെ തിരിച്ചിടണം, റെസിപ്രോക്കൽ. അപ്പോൾ എന്താകും, 1/p എന്നാകും, 1/p. അന്നേ 1/p എന്ന് വരും അവിടെ. എന്നിട്ടോ അതുപോലെ തന്നെ ഇതും തിരിച്ചിടണം, റെസിപ്രോക്കലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/p ഈസ് ഈക്വൽ ടു 1/p ആണ് നമ്മൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെയും തിരിച്ചിടണം, എന്താ, കെ വൈ ഡിവൈഡഡ് ബൈ, ഈ കെയുടെ വാലിച്ചിനെ പൊക്കിയേക്കണേ, ഡിവൈഡഡ് ബൈ കെ വൈ ഡിവൈഡഡ് ബൈ എം എന്ന് പറയും. ഓക്കെ, ഇതാണ് വാല്യൂ ഓഫ് മണി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എം ഈസ് ഈക്വൽ ടു പി കെ പി വൈ ആണ്. കെ പോർഷൻ ഓഫ് ഇൻകം ആണ്, പി പ്രൈസ് ലെവലാണ്, വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ആണ്. ഇനി അതിൽ നിന്ന് ആ ഇക്വേഷനിൽ നിന്ന്, അതായത് മണി സപ്ലൈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ പ്രൈസ് കണ്ടെത്തുന്നു, എം ബൈ കെ വൈ ആണ്. ഇനി അതിൽ നിന്ന് വാല്യൂ ഓഫ് മണി കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ തിരിച്ചിട്ടാൽ മതി, റെസിപ്രോക്കലാണ്. എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് മണി ഈസ് ഈക്വൽ ടു 1/p, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ വൈ ബൈ എം എന്ന് പറയാം. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ആരുടേതാണ്, പിഗുവിൻ്റെ ഇക്വേഷനാണ്. പിഗു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിയും പറയുന്നത് ഇത് തന്നെയാണ്, ചില അക്ഷരത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എം ഈസ് ഈക്വൽ ടു കെ ആർ പി എന്ന് പറയും, അത്രയേ ഉള്ളൂ, കെ ആർ പി.
ആറെന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞത് തന്നെ ഇൻകത്തിന് പകരം ചേർത്തിരിക്കുകയാണ്. ആറ് മീൻസ് റിസോഴ്സ് എന്നാണ്. റിസോഴ്സ്, ടോട്ടൽ റിസോഴ്സ് റിലേറ്റഡ് ടു ഇൻകം. ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ആറെന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ സെയിം തന്നെയാണ്. എം ഈസ് ഈക്വൽ ടു KRP. അപ്പോൾ കെ പോർഷൻ ഓഫ് ഇൻകം ആണ്, അല്ലെ ഫ്രാക്ഷൻ ഓഫ് ഇൻകം ആണ്, പി പ്രൈസ് ലെവലാണ്, ആറെന്ന് പറയുന്നത് എന്താണ് റിസോഴ്സാണ്. മുമ്പലത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് പ്രൈസ് കണ്ടെത്താം. പി ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ KP എന്ന് പറയാം, അല്ല KR എന്ന് പറയാം. KR എം ഈസ് ഈക്വൽ ടു KR എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു എം ബൈ KR. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ഈയുടെ അഭിപ്രായത്തിൽ. ഇനി അതുപോലെ തന്നെ വാല്യൂ ഓഫ് മണി നമുക്ക് കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് മണി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പ്രൈസിൻ്റെ റെസിപ്രോക്കൽ പി എന്ന് പറയുമ്പോൾ 1/P, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് മണി. ദാറ്റ് ഈസ് ഈക്വൽ ടു തിരിച്ചിടുക KR ഡിവൈഡഡ് ബൈ എം. ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായ വളരെ സിമ്പിൾ ഇക്വേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു KRP, ദെൻ പി ഈസ് ഈക്വൽ ടു എം ബൈ KR. അങ്ങനെയാണെങ്കിൽ 1/P ഈസ് ഈക്വൽ ടു KR ബൈ എം. ഇതാണ് നമ്മുടെ പിഗുവിൻ്റെ ഇക്വേഷൻ. ഇനിയും ക്യാഷ് ബാലൻസിനെ പറ്റി വേർത്തം പറയുന്നുണ്ട് ആരാ? റോബർട്ട്സൺ. അയാൾ ഇത് തന്നെയാണ് പറയുന്നത്. അയാൾ പറയുന്നത് എം ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് PKT എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. PAKT. അതിൽ ടി എന്ന് പറയുന്നത് മുമ്പലത്തെ R, അല്ലെ അതിന് മുമ്പ് പറഞ്ഞ Y. ഇത് തന്നെയാണ് ടി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ കമോഡിറ്റി, ട്രാൻസാക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു PKT. പി പ്രൈസാണ്, K പോർഷൻ ഓഫ് ഇൻകം ആണ്, ടി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതും മുമ്പലത്തെ പോലെ ഇതിൽ നിന്നും നമുക്ക് പി കണ്ടെത്താം. പി സമം എം ഡിവൈഡഡ് ബൈ എന്താണ്? KT. എം ഡിവൈഡഡ് ബൈ KT എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? 1/P ഈസ് ഈക്വൽ ടു തിരിച്ചിടുമ്പോൾ KT ഡിവൈഡഡ് ബൈ എം എന്ന് പറയാം. ഓക്കെ, ഇതാണ് ക്യാഷ് ബാലൻസ് ഇക്വേഷൻ അക്കോർഡിംഗ് ടു റോബർട്ട്സൺ. ഓർത്തിരുന്നോണം. ഇനി അടുത്തത് നമുക്ക് ഈ 3 കഴിഞ്ഞിട്ട് ഇതിൽ ആദ്യം പറഞ്ഞ മാർഷലിൻ്റേതാണ് മെയിനായിട്ടും കേംബ്രിഡ്ജ് ഇക്വേഷൻ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇനി 4ാമത് കെയ്ൻസിൻ്റെ ഇക്വേഷൻ വരുമ്പോഴത്തേന് അത് വേറെ സ്റ്റൈലിലാണ്. സ്മോൾ ലെറ്റർ n ഈസ് ഈക്വൽ ടു PK. എല്ലാം ചെറുതാണ് കേട്ടോ, എല്ലാം ചെറുതാണ്. PK. അപ്പോൾ കെയ്ൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർ മണി ഈസ് നോട്ട് ഓൺലി ദ ക്വാണ്ടിറ്റി ഓഫ് മണി ബട്ട് ഓൾസോ ടോട്ടൽ വെൽത്ത്, ടേസ്റ്റ്, ഫാഷന്, പ്രിഫറൻസ് എക്സെട്ര ഓഫ് ദ പീപ്പിൾ. ഇതെല്ലാം ഉണ്ട്. കാരണം കൺസംഷൻ അതാണ് ഡിമാൻഡ്. അയാൾ പറയുന്ന അയാളുടെ തിയറികളെല്ലാം തന്നെ കൺസംഷൻ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അയാൾ പറയുന്ന പണമെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയുള്ള? കൺസംഷന് വേണ്ടിയുള്ള. ആ കൺസംഷനെയാണ് ആ കൺസംഷൻ്റെ ബേസിലാണ് അയാൾ ഇൻകം പറയുന്നത്, അല്ലേ ഡിമാൻഡ് ഫോർ മണി പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെൽത്ത്, ടേസ്റ്റ്, ഫാഷന്, പ്രിഫറൻസ് എക്സെട്ര ഓഫ് ദ പീപ്പിൾ. ഇതാണ് അയാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ. ശരിയാണ്, നിങ്ങളും ഞാനും എല്ലാം ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൺസംഷന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന മണി സപ്ലൈ ഒരു എക്കോണമിയിൽ മെഷർ ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ കൺസംഷൻ എന്നാണ് അയാൾ പറയുന്നത്. അതിൻ്റെ ബേസിലാണ് അയാൾ ഈ ഇക്വേഷൻ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ കറൻസി സർക്കുലേഷൻ ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലെ കറൻസി സർക്കുലേഷനെയാണ് എന്ന് പറയുന്നത്. പി നമുക്കറിയാം പ്രൈസാണ്. K എന്ന് പറഞ്ഞാൽ കൺസംഷൻ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് എന്നാണ്. ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഈസ് യൂസ്ഡ് ഫോർ കൺസംഷൻ. ആ ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് കൺസംഷനാണ് ഇവിടെ K എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞിടത്തെ K അറിയാമല്ലോ, ഒരറ്റം പൊക്കി വെച്ചിരിക്കുക, കുഞ്ഞു കൊളുത്തിട്ടിരിക്കുക Kക്ക്. അത് പോർഷൻ ഓഫ് ഇൻകം ആണ്. ഇവിടുത്തെ K എന്ന് പറഞ്ഞാൽ കൺസംഷൻ യൂണിറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതാണ് ഇവിടുത്തെ K എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴേ മോഡേൺ ടൈമാണ്. ഈ പണം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മണിയാണ്. ആ എക്സിസ്റ്റിംഗ് സർക്കുലേഷൻ ഓഫ് മണി ഈസ് നോട്ട് സ്യൂട്ടഡ് ഓർ ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ മീറ്റിംഗ് ദ ഗ്രോയിങ് ഡിമാൻഡ്. നമ്മുടെ ഡിമാൻഡ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. അതിനെ കംപ്ലീറ്റ് മീറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവിടെ ആര് വേണം? ബാങ്ക് മണി ഓർ ക്രെഡിറ്റ് മണി ഈസ് എസെൻഷ്യൽ. ബാങ്ക് മണി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ ഒരു ചെറിയ ചേഞ്ച് കൂടെ ഉണ്ടാകുന്നു. n ഈസ് ഈക്വൽ ടു P ഇൻറ്റു K പ്ലസ് RK ഡാഷ്. കണ്ടോ? അപ്പോൾ n ഈസ് ഈക്വൽ ടു P ഇൻറ്റു K പ്ലസ് RK ഡാഷ്. അപ്പോൾ ഇവിടെ P പ്രൈസ് തന്നെയാണ് മുമ്പേ പറഞ്ഞ്. K എന്ന് പറയുന്നത് കൺസ്യൂമർ യൂണിറ്റ്സ് ആണ്, കൺസംഷൻ കമോഡിറ്റിയാണ്. R എന്ന് പറയുന്നത് ബാങ്കിൻ്റെ റിസർവ് ആണ്, അല്ലെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്കിൻ്റെ റിസർവ് റേഷ്യോ ആണ്.
കെ ഡാഷ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻകം യൂസ്ഡ് ഫോർ, അല്ലെ ക്രെഡിറ്റ് മണി നമുക്ക് വന്നു, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് അഡീഷണൽ കമോഡിറ്റി. അപ്പോൾ അഡീഷണൽ കൺസംഷനെയാണ് കെ ഡാഷ് എന്ന് പറഞ്ഞത്. ഓർത്തല്ലോ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു പി കെ. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർക്കുലേഷൻ ഓഫ് സപ്ലൈ ഓഫ് മണിയാണ്, പി പ്രൈസ് ആണ്, കെ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഗുഡ്സിൻ്റെ യൂണിറ്റുകളാണ്. നേരെ മറിച്ച് ബാങ്ക് മണിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അതായത് എക്സിസ്റ്റിംഗ് ഇൻകം പ്ലസ് ബാങ്ക് മണി, ദാറ്റ് ഈസ് ദ ന്യൂ ഇക്വേഷൻ എൻ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു കെ പ്ലസ് ആർ കെ ഡാഷ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസംഷൻ യൂണിറ്റ് ആണ്. ഇവിടെ രണ്ട് കാര്യം കൂടെ വന്നു, ആറും കെ ഡാഷും. ആറെന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ബാങ്കിൻ്റെ റിസർവ് റേഷ്യോ ആണ്. പിന്നെ കെ ഡാഷ് വരുന്നു. കെ ഡാഷ് ഈ ബാങ്ക് റിസർവ് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ടാണ് വായ്പകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്, മണിക്കകത്തി പറയും. പിന്നെ കെ ഡാഷ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഇൻകം മീൻസ് അഡീഷണൽ പർച്ചേസിങ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ഇത്രയുമാണ് 4 മെയിൻ ഇക്വേഷൻ. ഈ 4 മെയിൻ ഇക്വേഷനെയാണ് നമ്മൾ ക്യാഷ് ബാലൻസ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന് ഇവിടെ പറയുന്നത് സർട്ടൻ എക്കണോമിക്സ് അക്കോർഡിംഗ് ടു ദ മോഡേൺ എക്കണോമിക്സ്, ദിസ് ക്യാഷ് ബാലൻസ് ഇക്വേഷൻ ഈസ് സൂപ്പർ ദാൻ ട്രാൻസാക്ഷൻ ഇക്വേഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഓഫ് ഫിഷറിൻ്റെ ആ ക്വാണ്ടിറ്റി തിയറിയേക്കാൾ കുറേ കൂടെ സുപ്പീരിയോറിറ്റി ഈ തിയറിക്കുണ്ടെന്നാണ് കുറേ എക്കണോമിസ്റ്റുകൾ. അതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഈ തിയറിയിൽ ഡിമാൻഡ് ഫോർ മണിക്കും സപ്ലൈ ഓഫ് മണിക്കും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോൾഡിംഗ് ക്യാഷ് ആണ്. ഹോൾഡിംഗ് ക്യാഷ്, അതായത് നമുക്കറിയാമല്ലോ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹോൾഡ് മണി ആസ് ഓർ ക്യാഷ് ഇൻ ഹാൻഡ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് ഓർ ഫ്യൂച്ചർ പർപ്പസ് എക്സെട്ര. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ എല്ലാം പണം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഹോൾഡിംഗ് ക്യാഷിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിഷറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അയാൾ പറഞ്ഞു, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. പക്ഷേ അത് ഈ തിയറിയിൽ ഒമിറ്റ് ചെയ്തിരിക്കും. ഇവിടെ വെലോസിറ്റിയെ പറ്റി വല്ലതും പറഞ്ഞോ വേണ്ടിയിട്ടില്ല, വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. പിന്നെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്, പിന്നെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞാൽ പ്രൈസാണ്, പർച്ചേസിംഗ് പവറാണ്. ഈ പർച്ചേസിംഗ് പവർ ഫിഷറിൻ്റെ തിയറിയിലാണെങ്കിൽ ഉള്ളി റോ മെറ്റീരിയൽസ്, അല്ലേ പിന്നെ പർച്ചേസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എക്സെട്ര, അല്ലെങ്കിൽ കൺസംഷൻ ഗുഡ് എക്സെട്ര എന്നേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ വരുമ്പോൾ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് ഏറ്റവും ഒടുവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസിനെ വരെ അല്ലെ പർച്ചേസിങ്ങിനെ വരെ പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലേറ്റർ കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ തിയറി, നമ്മളത് നേരത്തെ പറഞ്ഞു, ഏതാ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ആ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ക്യാഷ് ബാലൻസ് ഇക്വേഷനാണ്. പിന്നെ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം തിയറിയാണ്, ഷോർട്ട് റണ്ണാണ്. നമുക്കെപ്പോഴും അതാ, ഒത്തിരി കാവലിരിക്കാൻ നമുക്ക് വയ്യ, ലോങ് ടേമിലേക്കൊന്നും നമുക്ക് ട്രാൻസാക്ഷൻ പറ്റത്തില്ല. അപ്പോൾ ഷോർട്ട് ടൈമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഷോർട്ട് ടൈം ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 3-4 ഇക്വേഷൻ പറഞ്ഞു, ദേ ആർ ഓൾസോ സിമ്പിൾ ഇക്വേഷൻസ്. വലിയ പിന്നെ എന്താ പറയുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇക്വേഷൻ പോലും ഇതിൻ്റെ അകത്തില്ല. മറ്റേതിനകത്തിൽ അന്ന് ഒത്തിരി ഉണ്ടായിരുന്നു, എം ഡാഷ് വി ഡാഷ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തിൽ. പക്ഷേ ഇവിടെ അതൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം. അതായത് സിമ്പിൾ പിന്നെ ഇക്വേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ട്രേഡ് സൈക്കിൾ തിയറി. ട്രേഡ് സൈക്കിൾ തിയറി പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ട്രേഡ് സൈക്കിളിൻ്റെ അകത്തിൽ അറിയാമല്ലോ, ട്രേഡ് സൈക്കിൾ ബൂം, റിസഷന്, ഡിപ്രഷന്, റിക്കവറി, ഈ 4 സ്റ്റേജിനെ വരുന്നതിനെയാണ് നമ്മൾ ട്രേഡ് സൈക്കിൾ എന്നൊക്കെ പറയും. പിന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ദാറ്റ് മീൻസ് ഇറ്റ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻസ് ഇൻഡിവിജ്വൽ ഓർ ഫേംസ് ആക്ടിവിറ്റീസ്. ഇൻഡിവിജ്വൽസിനും ഫേമിനും ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിൻ്റെ പാർട്ടാണെന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൈക്രോ എക്കണോമിക്സ് റിലേറ്റഡ് ആണ് ഈ തിയറി എന്നും പറയാം. വളരെ ക്ലിയർ അല്ലേ? ഭംഗിയായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇത് ഡിഗ്രിക്കാർക്കും ഒപ്പം തന്നെ PGക്കാർക്കും ഉണ്ട്, രണ്ടുപേർക്കും യൂസ് ചെയ്യാവുന്ന തന്നെ ഒരു ജനറൽ ഐഡിയയാണ്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മണിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്ലാരിഫിക്കേഷനുള്ള ഒരു തിയറിയാണ്. അപ്പോൾ നന്നായിട്ടത് പഠിക്കുക. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.